ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അനാട്ടമി. വാട്ട് ഈസ് അനാട്ടമി ആൻഡ് ഫിസിയോളജി? Anatomy is the science of body structure and the relationship among them. But physiology is the science of body function and the body works. അതായത് അനാട്ടമി എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഫിസിയോളജി എന്നാൽ ബോഡിയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ബോഡി വർക്ക് ചെയ്യുന്നത്. ഇതാണ് അനാട്ടമിയും ഫിസിയോളജിയും. ഇനി അനാട്ടമി എന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അനാട്ടമി എന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ഇതിന് 2 പാർട്സ് ഉണ്ട്. അന മീൻസ് അപ്പ്, ടെമി മീൻസ് ടു കട്ട്. സോ അനാട്ടമി എന്ന വേർഡിൻ്റെ മീനിങ് അപ്പ് ടു കട്ട്. നെക്സ്റ്റ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ബോഡി. നമുക്കറിയാം നമ്മുടെ ബോഡി ഫോം ചെയ്തിരിക്കുന്നത് ഒരുപാട് ആറ്റംസ് ഓർ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ഇങ്ങനെ ആറ്റംസ് ഓർ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ആദ്യം സെൽസ് ഫോം ചെയ്യും. സെൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സൈറ്റോളജി. സൈറ്റോ മീൻസ് സെൽ. ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള സെൽസിൽ സിമിലർ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഉള്ള സെൽസ് കമ്പൈൻ ചെയ്തിട്ട് ടിഷ്യൂ ഫോം ചെയ്യും. ടിഷ്യൂസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഹിസ്റ്റോളജി. ഹിസ്റ്റോ മീൻസ് ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ഇവയെല്ലാം ടിഷ്യൂസിന് എക്സാമ്പിളാണ്. ഇപ്പോൾ ജസ്റ്റ് ഈ നെയിംസ് മനസ്സിലാക്കിയാൽ മതി. ഇവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് ഓർഗൻ ഫോം ചെയ്യും. ഓർഗൻ എക്സാമ്പിളാണ് ഹാർട്ട്, ലിവർ, കിഡ്നി, സ്കിൻ എക്സെട്ര. നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ. നെക്സ്റ്റ്, ഈ ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ട് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നു. നമ്മുടെ ബോഡിയിൽ 11 ഓർഗൻ സിസ്റ്റംസ് ആണുള്ളത്. 11 ഓർഗൻ സിസ്റ്റംസ് ആണ് ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. ഫസ്റ്റ് വൺ, ഇൻഡഗുമെൻ്ററി സിസ്റ്റം. ഇൻഡഗുമെൻ്ററി സിസ്റ്റത്തിൽ സ്കിൻ, ഹെയർ, നെയിൽ, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഇവയൊക്കെയാണുള്ളത്. പിന്നെ സെക്കൻഡ് വൺ, മസ്കുലാർ സിസ്റ്റം. മസ്കുലാർ സിസ്റ്റത്തിൽ മസിൽസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽസ് ഇവയൊക്കെ കുറിച്ച്. തേർഡ് വൺ, സ്കെലിറ്റൽ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ബോൺ, ജോയിൻറ്റ്സ് ഇവയൊക്കെ കുറിച്ചും, നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ, സ്പൈനൽ കോഡ് ഇവയെക്കുറിച്ചും, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് വെസൽസ്, ഹാർട്ട്, ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫാറ്റിക് വെസൽസ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ലങ്സിനെ കുറിച്ച്, അതായത് ലങ്സിൻ്റെ ഫങ്ഷനായിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ. 8th വൺ, എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ച്, അതായത് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം. 9th വൺ, യൂറിനറി ഓർ എക്സ്ക്രീറ്ററി സിസ്റ്റം. അതിൽ കിഡ്നി, യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറീത്ര. 10th, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. 11th, ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ഫുഡ് ഇൻടേക്ക് ചെയ്തതു മുതൽ അത് വേസ്റ്റായിട്ട് പുറന്തള്ളുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇത്രയും സിസ്റ്റംസ് ഉണ്ട് എന്നുള്ളതും അവയിൽ എന്തൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇത് ഓരോന്നും ഓരോ ചാപ്റ്ററായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, അനാറ്റമിക്കൽ പൊസിഷൻ. ഫസ്റ്റ് പോയിന്റ്, സ്റ്റാൻഡിങ് ഇറക്റ്റ്, നേരെ നിൽക്കുക. ഐസ് ലുക്കിംഗ് ഫോർവേഡ്, അപ്പർ എക്സ്ട്രീമിറ്റീസ് അറ്റ് ദി സൈഡ്സ് ഓഫ് ദി ബോഡി വിത്ത് പാംസ് ടേൺഡ് ഫോർവേഡ്. ഇവിടെ അപ്പർ എക്സ്ട്രീമിറ്റീസ് എന്ന് പറയുന്നത് ഹാൻഡ്സ് ആണ്. ലോവർ എക്സ്ട്രീമിറ്റീസ് ലെഗ്സ്. ഫീറ്റ് ടുഗദർ ആൻഡ് പോയിൻറ്റിംഗ് ഫോർവേഡ്. അപ്പോൾ ഇത്രയാണ് അനാറ്റമിക്കൽ പൊസിഷൻ. ഇനി ഈ ഒരു പിക്ചർ നോക്കൂ. ഇതിൽ നിന്നും നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്റ്റാൻഡിങ് ഇറക്റ്റ്, ഐസ് ലുക്കിംഗ് ഫോർവേഡ്.
upper extremities at the sides of the body with the palms turned forward. Feet together and pointing forward. മനസ്സിലായല്ലോ? Next, anatomical terms. First one, anterior or ventral. Anterior means towards the front of the body. Towards the front of the body. For example, urinary bladder anterior to rectum. Urinary bladder anterior to rectum. രക്തത്തിന് ഫ്രണ്ടിലായിട്ടാണ് യൂറിനറി ബ്ലാഡർ എന്ന് അനാറ്റമിക്കലി പറയുന്നത് യൂറിനറി ബ്ലാഡർ ആൻറ്റീരിയർ ടു റെക്ടം. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് പോസ്റ്റീരിയർ ഓർ ഡോർസൽ. പോസ്റ്റീരിയർ മീൻസ് ടുവാർഡ്സ് ദി ബാക്ക് ഓഫ് ദി ബോഡി. Anterior towards the front of the body, posterior towards the back of the body. Next, superior or cranial. A part above another, a part above another, or towards the head end, towards the head end. For example, brain is superior to heart. Brain is superior to heart. ഇതിന് ഓപ്പോസിറ്റ് വേർഡാണ് ഇൻഫീരിയർ ഓർ കോഡൽ. ഇൻഫീരിയർ ഓർ കോഡൽ. എ പാർട്ട് ബിലോ അനദർ. എ പാർട്ട് ബിലോ അനദർ. നെക്സ്റ്റ്, മീഡിയൽ. മീഡിയൽ മീൻസ് ടുവാർഡ്സ് ദി മിഡ് ലൈൻ. ടുവാർഡ്സ് ദി മിഡ് ലൈൻ. ലാറ്ററൽ away from the midline. Medial towards the midline, lateral away from the midline. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പിക്ചർ വെച്ചിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആൻറ്റീരിയർ, ഫ്രണ്ട് പോർഷൻ. ഈ പിക്ചറിൽ കാണുന്നതാണ് ആൻറ്റീരിയർ, ഈ ഒരു ഭാഗം. പോസ്റ്റീരിയർ, ബാക്ക്, ടുവാർഡ്സ് ദി ബാക്ക് ഓഫ് ദി ബോഡി. ആൻറ്റീരിയർ ടുവാർഡ്സ് ദി ഫ്രണ്ട് ഓഫ് ദി ബോഡി. Superior towards the head end or a part above another. Opposite word inferior. Superior, inferior. Medial. Medial means towards the midline. ഫസ്റ്റ് എന്താണ് മിഡ് ലൈൻ എന്നറിയണം. നമ്മുടെ ബോഡിയുടെ സെൻറ്ററിലൂടെ, അതായത് ബോഡിയെ 2 ഈക്വൽ പാർട്സ് ആക്കുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതാണ് മിഡ് ലൈൻ. ബോഡിയുടെ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതാണ് മിഡ് ലൈൻ. ഈ മിഡ് ലൈനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് മീഡിയൽ. ഇതിന് ഓപ്പോസിറ്റ്, അതായത് സൈഡിലോട്ട്, എവേ ഫ്രം ദ മിഡ് ലൈൻ, അതാണ് ലാറ്ററൽ. ഈ ഒരു പിക്ചറിൽ നിന്നും നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വേർഡ്, പ്രോക്സിമൽ. ടുവാർഡ്സ് ഓർ nearest to the point of attachment to the body. Distant, away or farther from the point of attachment to the body. For example, ഹാൻഡ്സിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ അത് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പാർട്ട് ഇവിടെയാണല്ലോ. അപ്പോൾ ഇതാണ് പ്രോക്സിമൽ. ഇതിന് എവേ ആയിട്ട്, അതായത് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പാർട്ടിന് എവേ ആയിട്ടുള്ള ഭാഗം അതാണ് ഡിസ്റ്റൽ. ലെഗ്സിൻ്റെ കേസ് ഇവിടെയാണ് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇത് പ്രോക്സിമൽ. എവേ ആയിട്ടുള്ള പാർട്ട് ഡിസ്റ്റൽ. അടുത്തത് സൂപ്പർഫിഷ്യൽ ഓർ എക്സ്റ്റേണൽ. ടുവാർഡ്സ് ദി സർഫസ് ഓഫ് ദി ബോഡി. ഫോർ എക്സാമ്പിൾ, സ്കിൻ ഈസ് സൂപ്പർഫിഷ്യൽ ടു മസിൽസ്. നെക്സ്റ്റ്, ഡീപ്പ് ഓർ ഇൻറ്റേർണൽ. ഡീപ്പ് വിത്തിൻ ദി ബോഡി. ഹാർട്ട് ഈസ് ഡീപ്പ് ടു ദി റിബ് കേജ്. റിബ് കേജിന് ഡീപ്പിലായിട്ടാണ് ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഡീപ്പ് ഓർ ഇൻറ്റേർണൽ. നെക്സ്റ്റ് ടോപ്പിക്, പ്ലെയിൻസ് ഓർ സെക്ഷൻസ് ഓഫ് ദി ബോഡി. ഫസ്റ്റ് വൺ, സജിറ്റൽ സെക്ഷൻ. സെക്കൻഡ് വൺ, ട്രാൻസ്വേഴ്സ് ഓർ ക്രോസ് സെക്ഷൻ. ആൻഡ് തേർഡ്, കൊറോണൽ ഓർ ഫ്രോണ്ടൽ സെക്ഷൻ. Sagittal section. Longitudinal or vertical cut parallel to the midline of the body and separates the body into right and left halves. അപ്പോൾ സജീറ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ
മിഡ് ലൈനിന് പാരലലായിട്ടുള്ള ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ വെർട്ടിക്കൽ കട്ട്. ഇത് നമ്മുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് ഇങ്ങനെ 2 ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായല്ലോ? മിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സെൻറ്ററിലൂടെയുള്ള ലൈന്. അതിന് പാരലലായിട്ടുള്ള ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ വെർട്ടിക്കൽ കട്ട്. ഇത് ബോഡിയെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെക്കൻഡ് വൺ, ട്രാൻസ്വേഴ്സ് ഓർ ക്രോസ് സെക്ഷൻ. Horizontal cut at right angles to the long axis of the body. It separates body into upper and lower portions. അപ്പോൾ ട്രാൻസ്വേഴ്സ് ഓർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ആക്സിസിന് റൈറ്റ് ആംഗിളിലുള്ള ഹൊറിസോണ്ടൽ കട്ട്, അത് ബോഡിയെ അപ്പർ പോർഷൻ എന്നും ലോവർ പോർഷൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നുകൂടെ പറയാം. ലോങ് ആക്സിസിന് റൈറ്റ് ആംഗിളിലുള്ള ഹൊറിസോണ്ടൽ കട്ട്, അത് ബോഡിയെ അപ്പർ പോർഷൻ എന്നും ലോവർ പോർഷൻ എന്നും ഡിവൈഡ് ചെയ്യും. തേർഡ് വൺ, കൊറോണൽ ഓർ ഫ്രോണ്ടൽ സെക്ഷൻ. വെർട്ടിക്കൽ കട്ട് at right angles to the midline of the body and divides the body into anterior and posterior portions. Coronal or frontal section എന്ന് പറഞ്ഞാൽ സജീറ്റൽ സെക്ഷൻ പോലെ തന്നെ ഒരു വെർട്ടിക്കൽ കട്ടാണ്. ബട്ട് ഇത് മിഡ് ലൈനിന് റൈറ്റ് ആംഗിളിലാണ്. സജീറ്റൽ സെക്ഷൻ മിഡ് ലൈനിന് പാരലലും കൊറോണൽ സെക്ഷൻ മിഡ് ലൈനിന് റൈറ്റ് ആംഗിളിലുമാണ്. ഇത് ബോഡിയെ ആൻറ്റീരിയർ എന്നും പോസ്റ്റീരിയർ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആൻറ്റീരിയർ എന്നും, അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനെയും രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് കൊറോണൽ പ്ലെയിൻ ഓർ ഫ്രോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഈ 3 സെക്ഷൻസ് ഓർ പ്ലെയിൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ, സജൈറ്റൽ സെക്ഷൻ ബോഡിയെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ട്രാൻസ്വേഴ്സ് ഓർ ക്രോസ് സെക്ഷൻ അപ്പർ ആൻഡ് ലോവർ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കൊറോണൽ ഓർ ഫ്രോണ്ടൽ സെക്ഷൻ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പോർഷൻസ് ഇങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്, ക്യാവിറ്റീസ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയിൽ മെയിനായിട്ട് 2 ക്യാവിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഡോർസൽ ക്യാവിറ്റി. സെക്കൻഡ് വൺ, വെൻട്രൽ ക്യാവിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഡോർസൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ എന്നതിൻ്റെ അനദർ വേർഡാണ്. അതേപോലെ വെൻട്രൽ മീൻസ് ആൻറ്റീരിയർ. അപ്പോൾ ഡോർസൽ, പോസ്റ്റീരിയർ, വെൻട്രൽ, ആൻറ്റീരിയർ. ഹ്യൂമൻ ബോഡിയുടെ ലാറ്ററൽ വ്യൂ ആണ് ഈ ഒരു പിക്ചറിലുള്ളത്. ഹ്യൂമൻ ബോഡിയുടെ ലാറ്ററൽ വ്യൂ എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഈ ഒരു ലാറ്ററൽ വ്യൂവിലാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്യാവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോർസൽ ക്യാവിറ്റിയും വെൻട്രൽ ക്യാവിറ്റിയും ഉണ്ടെന്ന്. അപ്പോൾ ഡോർസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ പാർട്ട് അല്ലേ, ഇതാണ് ഡോർസൽ ക്യാവിറ്റി. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ബാക്ക് പോർഷൻ. അപ്പോൾ ഇത്രയുമാണ് ഡോർസൽ ക്യാവിറ്റി. ഈ ഡോർസൽ ക്യാവിറ്റിയും പിന്നെ ഇവിടെ ആൻറ്റീരിയർ പോർഷനിലുള്ളത് വെൻട്രൽ ക്യാവിറ്റി. ഡോർസൽ ക്യാവിറ്റി പിന്നെ ഇത്രയും വരുന്നതാണ് വെൻട്രൽ ക്യാവിറ്റി. ഇനി ഡോർസൽ ക്യാവിറ്റിയിൽ 2 ക്യാവിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ക്രാനിയൽ ക്യാവിറ്റി. സെക്കൻഡ് വൺ, വെർട്ടിബ്രൽ ഓർ സ്പൈനൽ ക്യാവിറ്റി. ഈ ക്രാനിയൽ ക്യാവിറ്റിയിലാണ് ബ്രെയിൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വെർട്ടിബ്രൽ ഓർ സ്പൈനൽ ക്യാവിറ്റിയിലാണ് സ്പൈനൽ കോഡ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, വെൻട്രൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റിയിൽ 2 ക്യാവിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, അപ്പർ തൊറാസിക് ക്യാവിറ്റി. സെക്കൻഡ് വൺ, ലോവർ
abdominopelvic cavity. അപ്പർ thoracic cavity, ലോവർ abdominopelvic cavity. ഇവയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡയഫ്രം. ക്ലിയർ ആയല്ലോ? ഇനി ഫസ്റ്റ് വൺ അപ്പർ thoracic cavity. അപ്പർ thoracic cavityയിൽ 2 cavities ഉണ്ട്. പ്ലൂറൽ cavity ആൻഡ് പെരികാർഡിയൽ cavity. പ്ലൂറൽ ക്യാവിറ്റിയിൽ ലങ്ങും പെരികാർഡിയൽ ക്യാവിറ്റിയിൽ ഹാർട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ലോവർ അബ്ഡോമിനോപെൽവിക് ക്യാവിറ്റി. ലോവർ അബ്ഡോമിനോപെൽവിക് ക്യാവിറ്റി 2 cavities ഉണ്ട്. അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് പെൽവിക് ക്യാവിറ്റി. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ഡോർസൽ ക്യാവിറ്റിയും വെൻട്രൽ ക്യാവിറ്റിയാണ് 2 മെയിൻ ക്യാവിറ്റീസ്. അതിൽ ഡോർസൽ ക്യാവിറ്റിയിൽ ക്രാനിയൽ ക്യാവിറ്റിയും പിന്നെ സ്പൈനൽ ഓർ വെർട്ടിബ്രൽ ക്യാവിറ്റി, ഇങ്ങനെ 2 cavities ഉണ്ട്. ക്രാനിയൽ ക്യാവിറ്റിയിൽ ബ്രെയിനും സ്പൈനൽ ഓർ വെർട്ടിബ്രൽ ക്യാവിറ്റിയിൽ സ്പൈനൽ കോഡും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വെൻട്രൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റിയിൽ 2 മെയിൻ ക്യാവിറ്റീസ് ആണ്. അപ്പർ thoracic ക്യാവിറ്റി, ലോവർ അബ്ഡോമിനോപെൽവിക് ക്യാവിറ്റി. ഇവയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡയഫ്രം. അതിൽ അപ്പർ thoracic ക്യാവിറ്റിയിൽ 2 cavities ഉണ്ട്. പ്ലൂറൽ ക്യാവിറ്റി ആൻഡ് പെരികാർഡിയൽ ക്യാവിറ്റി. പ്ലൂറൽ ക്യാവിറ്റി ലങ്ങും പെരികാർഡിയൽ ക്യാവിറ്റിയിൽ ഹാർട്ടും. നെക്സ്റ്റ് ലോവർ അബ്ഡോമിനോപെൽവിക് ക്യാവിറ്റി. അതിൽ 2 cavities, അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് പെൽവിക് ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയിലുള്ള ഓർഗൻസ് ആണ് സ്റ്റൊമക്, ലിവർ, ഗോൾ ബ്ലാഡർ, സ്പ്ലീൻ, പാൻക്രിയാസ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, അഡ്രീനൽ ഗ്ലാൻസ്. പെൽവിക് ക്യാവിറ്റിയിലുള്ള ഓർഗൻസ് ആണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, യൂറിനറി ബ്ലാഡർ, പെൽവിക് കോളൻ, റെക്ടം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ക്യാവിറ്റീസ് ഓഫ് ദി ബോഡിയാണ്. അപ്പോൾ എല്ലാ ക്യാവിറ്റീസിനെയും അപേക്ഷിച്ച് ലോവർ അബ്ഡോമിനോപെൽവിക് ക്യാവിറ്റിയിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസ് കറക്റ്റ് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ലോവർ അബ്ഡോമിനോപെൽവിക് ക്യാവിറ്റിയെ ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 9 regions ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റൈറ്റ് ഹൈപ്പോകോൺട്രിയാക്, ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക്, റൈറ്റ് ലംബാർ, ലെഫ്റ്റ് ലംബാർ, റൈറ്റ് ഇലിയാക്, ലെഫ്റ്റ് ഇലിയാക്, എപ്പിഗാസ്ട്രിക്, അംബിലിക്കൽ, ഹൈപ്പോഗാസ്ട്രിക്. റൈറ്റ് ഹൈപ്പോകോൺട്രിയാക്, ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക്, റൈറ്റ് ലംബാർ, ലെഫ്റ്റ് ലംബാർ, റൈറ്റ് ഇലിയാക്, എപ്പിഗാസ്ട്രിക്, അംബിലിക്കൽ, ഹൈപ്പോഗാസ്ട്രിക്. ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ടു അനാട്ടമി. മിനിമം ഇത്രയെങ്കിലും ഇൻട്രൊഡക്ഷൻ ടു അനാട്ടമിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.